ഇന്ത്യയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞാൽ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ ശത്രുതാ മനോഭാവമുള്ള പാകിസ്ഥാൻ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിലേക്കോ മധ്യേഷ്യയിലേക്കോ ഉള്ള വിപണിയിൽ നേരിട്ട് ഇന്ത്യക്ക് പ്രവേശനം സാധ്യമാകുന്നേയില്ല. ശരിക്കും പറഞ്ഞാൽ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകേണ്ടത് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അനിവാര്യമായിരുന്നു. പാക് അധീന കാശ്മീർ നമ്മുടെ ഭാഗമായിരുന്നുവെങ്കിൽ നമുക്ക് അതിലൂടെ അഫ്ഗാനിസ്ഥാനുമായും സെൻട്രൽ ഏഷ്യയുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ കിട്ടുമായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ പാക് അധീന കാശ്മീർ അതുകൊണ്ട് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഇന്ത്യ തിരിച്ചു പിടിക്കുമെന്ന്. കാരണം അല്ലാത്ത പക്ഷം നമ്മുടെ മധ്യേഷ്യയിലേക്കുള്ള ചരക്ക് നീക്കം എല്ലാ കാലവും പ്രതിസന്ധിയിലായിരിക്കും. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എല്ലാവരും ഒരു വാർത്ത കേട്ട് കാണും, ഇന്ത്യക്ക് ചാബഹാർ പോർട്ട് നഷ്ടമാകുന്നു എന്ന തരത്തിൽ. ഇന്ത്യ അത് നടത്താൻ കഴിയാതെ തിരിച്ചു കൊടുക്കുന്നു എന്നൊക്കെ. അതൊക്കെ പച്ചക്കള്ളമാണ് കേട്ടോ. അത്തരം വാർത്തകളിലൊന്നും ഒരു വസ്തുതയുമില്ല. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ചാബഹാർ പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും പോകാനുള്ള ഒരു കവാടമാണ്. അത് ഇറാനിലാണ് ഇരിക്കുന്നത്. 10 വർഷത്തേക്ക് ഇപ്പൊ ഇന്ത്യ അത് ലീസിന് എടുത്തിട്ടുണ്ട്. ഇന്ത്യയാണ് അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. 2003 അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് ഈ തുറമുഖം വികസിപ്പിക്കുന്നതിന് ഇന്ത്യയുമായിട്ട് ഇറാൻ ചർച്ചകൾ നടത്തുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും. പിന്നീട് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഈ പദ്ധതി പൂർത്തിയാവുന്നത്. ചാബഹാർ തുറമുഖത്തെ ടെർമിനലുകളിൽ ഒന്ന് ഇന്ത്യയാണ് പ്രവർത്തിപ്പിക്കുന്നത്. അതിനുള്ള ഔദ്യോഗിക പങ്കാളിത്തം ഇന്ത്യക്കാണ് ഉള്ളത്. പക്ഷെ ഇപ്പോൾ ഈ ഉപരോധങ്ങൾ വന്നതുകൊണ്ടും യുദ്ധം നിലനിൽക്കുന്നത് കൊണ്ടും ഇന്ത്യക്ക് ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ മാത്രമല്ല ചൈന അടക്കമുള്ള ലോക രാജ്യങ്ങളെല്ലാം ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ്. അമേരിക്ക അവരുടെ സാമ്പത്തിക ശക്തി ഉപയോഗിച്ച് നടത്തുന്ന ഉപരോധങ്ങൾ പലപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അമേരിക്ക എതിർത്ത് മുന്നോട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അത് ദോഷകരമായി മാറും. അമേരിക്കയുടെ ഉപരോധങ്ങൾ കാരണം നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടും എന്നുള്ളതല്ലാതെ നമുക്ക് തൽക്കാലം അമേരിക്കയെ പിണക്കാൻ കഴിയില്ല. ഈവൻ നമ്മളെക്കാൾ പവർഫുൾ ആയിട്ടുള്ള എക്കണോമിയുള്ള ചൈനയ്ക്ക് പോലും അത് കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യ തന്ത്രപരമായിട്ട് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ അമേരിക്ക ഈ നമ്മുടെ ചാബഹാർ പോർട്ടിന് ഇളവ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇറാനുമേൽ ബാക്കി എല്ലാ ഉപരോധം കൊടുത്തപ്പോഴും അമേരിക്ക ഇന്ത്യക്ക് ഒരു ഇളവ് തന്നിരുന്നു കേട്ടോ. പക്ഷെ അതിന്റെ കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിൽ പോർട്ട് ഇന്ത്യക്ക് നഷ്ടമാകുമോ എന്നുള്ള ചർച്ചകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ ഡൽഹി ശരിക്കും പറഞ്ഞാൽ ഒരു മാസ്റ്റർ സ്ട്രോക്ക് പദ്ധതിയാണ് പുറത്തെടുത്തിരിക്കുന്നത്. ഈ ഉപരോധങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനും ചാബഹാർ പോർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഇന്ത്യ കണ്ടെത്തിയ ഒരു മാർഗം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് ഈ പദ്ധതിയിലുള്ള ഇന്ത്യയുടെ ഓഹരികൾ ഇറാനിലെ ഒരു പ്രാദേശിക സ്ഥാപനത്തിന്, ഇന്ത്യക്ക് നിയന്ത്രണമുള്ള ഒരു പ്രാദേശിക സ്ഥാപനത്തിന് കൈമാറുന്നതിനെ കുറിച്ച് ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഉപരോധ കാലയളവിൽ ഈ ഇറാനിയൻ സ്ഥാപനം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കും. നിയന്ത്രണങ്ങൾ നീങ്ങിക്കഴിയുമ്പോൾ നിയന്ത്രണം വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തും. വിദഗ്ധർ ഇതിനെ ഒരു തന്ത്രപരമായ പ്രായോഗികത ഉള്ള ഒരു നീക്കമായിട്ടാണ് കാണുന്നത്. ഇന്ത്യ ദീർഘകാല ലക്ഷ്യത്തോടെയാണ് നീങ്ങുന്നത് എന്ന് ഇത് കൃത്യമായും സൂചിപ്പിക്കുന്നുണ്ട്. ചാബഹാറിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാതെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യ വിഭാവനം ചെയ്ത കൃത്യമായൊരു പദ്ധതി. വിചിത്രമായ സ്വഭാവമുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റിനെയും ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ ആർജിച്ചെടുത്ത ഒരു പുതിയ തന്ത്രമായിട്ട് നമുക്കിതിനെ കാണാം. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് നിലവിലെ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറയാണ്. ഇറാൻ യുദ്ധ സമയത്ത് പോലും ഇറാനും അമേരിക്കയുമായുള്ള ബന്ധം ഇന്ത്യ വളരെ ശ്രദ്ധയോടെയാണ് ബാലൻസ് ചെയ്തത്. ഇതിന്റെ ഫലം നമുക്ക് കാണാനും കഴിയും. സുഹൃത്തായ ഇന്ത്യയുടെ എണ്ണക്കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് അമേരിക്ക ഉപരോധങ്ങളിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി എന്നത് പ്രത്യേകം കാണേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരായ ഇന്ത്യക്ക് മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധികൾക്കിടയിലും ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത് സഹായകരമായി. അതുപോലെ ഒരു തന്ത്രം തന്നെയാണ് ഇവിടെയും ഇന്ത്യ പയറ്റുന്നത്. ചാബഹാർ പോർട്ട് ഉപേക്ഷിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചൊരു ഓപ്ഷൻ അല്ല. അഫ്ഗാനിസ്ഥാനിലെയും മധ്യേഷ്യയിലെയും നമ്മുടെ താല്പര്യങ്ങൾക്ക് ഈ തുറമുഖം അത്രയേറെ വിലപ്പെട്ടതാണ്. യുദ്ധവും ട്രംപ് ഏർപ്പെടുത്തിയ ഉപരോധവും കാരണം തുറമുഖം പ്രതിസന്ധിയിലാണെങ്കിലും പൂർണ്ണമായി പിന്മാറുക എന്നത് ഇന്ത്യയുടെ നടപടിയല്ല, ലക്ഷ്യവുമല്ല. ഇന്ത്യ ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും അതിനെ തന്ത്രപരമായിട്ട് നേരിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നേ. അതായത് നമ്മുടെ പാകിസ്ഥാന്റെ ഊർജ മന്ത്രി
ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയാണ്, ഇന്ത്യയെ പാകിസ്ഥാനുമായി നിങ്ങൾ താരതമ്യപ്പെടുത്തരുത്. ഇന്ത്യയുടെ ഊർജ്ജ മന്ത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ സിഗ്നേച്ചർ കൊണ്ട് 10-70 ദിവസത്തേക്കുള്ള എണ്ണ റിലീസ് ചെയ്യാനായിട്ട് പറ്റും. അവരുടെ കയ്യിൽ അത്രത്തോളം റിസർവ് ഉണ്ട്. പാകിസ്ഥാന്റെ കയ്യിൽ അങ്ങനെ റിസർവ് ഇല്ല. നമ്മുടെ കൈവശം അത്രയും റിസർവ് ഇല്ല. ഇന്ത്യയെ പോലെ അല്ല നമ്മൾ എപ്പോൾ വേണമെങ്കിലും വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് എടുത്തെറിയപ്പെടാം എന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഊർജ്ജ മന്ത്രി അഭിമുഖത്തിൽ പറയുന്നു. പ്രേക്ഷകർ കഴിയുമെങ്കിൽ ആ വീഡിയോ യൂട്യൂബിലുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. സോ ഒന്ന് കണ്ടു നോക്കണം. നിവർത്തികേടിന്റെ അങ്ങേയറ്റം ആ മുഖത്ത് കാണാം. മാധ്യമപ്രവർത്തകൻ ഞെട്ടിയിരിക്കുകയാണ്. കാരണം മൂപ്പര് വിചാരിച്ചു വെച്ചത് പാകിസ്ഥാൻ എന്തോ വലിയ സംഭവമാണെന്നാണ്. ശരിക്കും ഇന്ത്യ ഗവൺമെന്റിന്റെ തന്ത്രപരമായ സമീപനങ്ങളും രാജ്യത്ത് അവർ നടപ്പിലാക്കുന്ന കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ്. പാകിസ്ഥാനൊക്കെ 3-4 ദിവസം പോലും നിലനിൽക്കാനുള്ള എണ്ണ അവരുടെ റിസർവിലില്ല, കയ്യിലില്ല. എന്നാൽ ഇന്ത്യയുടെ ഊർജ്ജ മന്ത്രിയുടെ ഒരു സിഗ്നേച്ചർ കൊണ്ട് തന്നെ നമുക്ക് 10-60-70 ദിവസത്തേക്ക് വേണ്ട എണ്ണ റിലീസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നമ്മുടെ കയ്യിൽ റിസർവും ഉണ്ട്. ആ സ്വാധീനം നമുക്കുണ്ട്. അതാണ് പ്രധാനം. എങ്ങനെയാണിത് നമ്മൾ നേടിയെടുത്തത് എന്ന് ചോദിച്ചാൽ മേൽപ്പറഞ്ഞ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ്. നയതന്ത്രത്തിൽ ശരിക്കും തന്ത്രങ്ങൾ പയറ്റുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.